ഏകത്തിൽ. അപ്പോൾ പുരുഷൻ നിയന്ത്രിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു യൂണിറ്റ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന് ഒരു ഹെഡ് തീർച്ചയായിട്ടും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിന് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വേണം, കോളേജിന് പ്രിൻസിപ്പൽ എന്ന് വേണം. എല്ലാവരും പഠിച്ച ആൾക്കാരും എല്ലാവരും സാറന്മാരാണ്. എന്താ വ്യത്യാസം? നമ്മളെല്ലാവരും ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് ഓടും അല്ലെങ്കിൽ ആ സ്കൂളിൽ നല്ല നടന്നു പോകും. തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഒരാളിനെ ഏൽപ്പിച്ചാലേ ശരിയാവത്. ഇപ്പം ഒരു രാഷ്ട്രമാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരാളുടെ കൺട്രോൾ ഉണ്ടെങ്കിലും അതെന്താ ഒരാൾ മാത്രം പ്രധാനമന്ത്രി, എല്ലാവരും പ്രധാനമന്ത്രി ആയിക്കോളും, ഞങ്ങളും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത്രയ്ക്കും വലിയൊരു മണ്ടത്തരമാണ് ഏകത്തിൽ ഇതിനകത്ത് പറയുന്നത്. ഒരു യൂണിറ്റ് ആയിരിക്കുമ്പോൾ ഒരാളുടെ കൺട്രോളിലേക്ക് കൊടുക്കാൻ പറ്റും. രണ്ടുപേർ കൺട്രോൾ വെച്ചാൽ യൂണിറ്റ് അല്ല, രണ്ടാന്നുള്ള അർത്ഥം വരും. അത് ഇസ്ലാം അത് സമ്മതിക്കത്തില്ല. ഒരു യൂണിറ്റ് തന്നെയാണ്. നിങ്ങൾ ആ കുടുംബ ഭദ്രതയെ അല്ലെ കുടുംബ യൂണിറ്റിനെ ഇല്ലാതാക്കാൻ നമുക്ക് ചിന്തവരുടെ ബുദ്ധിയാണ്, അതിൽ വീണ് പോകരുത്. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ലോജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഏകത്തിൽ പറഞ്ഞ കാര്യം തെറ്റാണ്. അതായത് ഒരു യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് നിയന്ത്രിക്കാൻ ഒരാളെ തന്നെയാണ്